പുലർച്ചെ മുതൽ പെയ്ത കനത്ത മഴയിൽ കൊച്ചി നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും വെള്ളം കയറി. കനത്ത മഴയെ തുടർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാനങ്ങൾ വൈകി. ഇതിനിടെ കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് വിഷയത്തിൽ കോർപ്പറേഷന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ആലുവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ് വെള്ളത്തിലായത്. കൊച്ചി നഗരത്തിലും സമീപ ജില്ലകളിലും വെള്ളം കയറി. ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള റോഡിലും കടയിലും വെള്ളം കയറി. കമ്പനിപ്പടയിൽ നിന്ന് തുരപ്പ് ഭാഗത്തേക്ക് പോകുന്ന റോഡും വെള്ളത്തിലായിരുന്നു. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നിട്ടില്ല എന്നത് ആശ്വാസമായി. കനത്ത മഴയെ തുടർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സർവീസുകളും മുടങ്ങി. പുലർച്ചെ 4:30 ദുബായിലേക്ക് പുറപ്പെടേണ്ട വിമാനത്തിന് സർവീസ് നടത്താനായില്ല. പുലർച്ചെ 3:30 ദുബായിൽ നിന്ന് എത്തിയ എമിറേറ്റ്സ് വിമാനം ബംഗളൂരിലേക്ക് തിരിച്ചുവിട്ട ശേഷമാണ് പിന്നീട് കൊച്ചിയിലിറങ്ങിയത്. വെള്ളക്കെട്ട് വിഷയത്തിൽ കൊച്ചി കോർപ്പറേഷനിലും പ്രതിഷേധം കനക്കുകയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ പരിപാടിയിൽ എന്തോരം വർക്കുകൾ തീർന്നു, എത്ര രൂപ അതിനുവേണ്ടി മുടക്കി, ഇത്തരം കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇന്ന് കൗൺസിൽ അജണ്ടയിൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മറുപടിയും പറയാണ്ടിരിക്കാൻ വേണ്ടിയാണ് മേയർ മനഃപൂർവ്വം ഇത്തരം നാടകം കാണിച്ചുകൊണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ കൊച്ചി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. വെള്ളക്കെട്ടിന് കാരണം കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥതയാണെന്ന് ആരോപിച്ചായിരുന്നു സമരം. ഇന്നലെ കൗൺസിൽ യോഗത്തിൽ UDF കൗൺസിലർമാർ പ്രതിഷേധിച്ചിരുന്നു. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലാത്തതാണ് പ്രശ്നം രൂക്ഷമാക്കുന്നത്. കനത്ത മഴ തുടർന്നാൽ നഗരം വീണ്ടും വെള്ളക്കെട്ടിലാകുന്ന സ്ഥിതിയാണ്. ജനം, കൊച്ചി.